ഒരു പുതിയ ഘട്ടം കൂടി ആശാ സമരത്തിൽ ഉണ്ടാവുകയാണ്. നിരാഹാര സമരം തുടരുന്ന ആശാ പ്രവർത്തകരോട് അനുഭാവം പ്രകടിപ്പിച്ച് കൂട്ട ഉപവാസ സമരം അല്പസമയത്തിനകം തുടങ്ങുകയാണ്. ആശാ പ്രവർത്തകർക്കൊപ്പം പൊതുപ്രവർത്തകരും ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ആശാമാരുടെ സമരം, നമ്മൾ ഓരോ ദിവസവും ആശാമാരുടെ സമരം എങ്ങനെയാണ്, എന്താണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ആ സമരത്തിൽ കനത്ത വെയിലാണ്, ആ കനത്ത വെയിലിൽ അവർ ഇപ്പോഴും സമരം തുടരുകയാണ്. ഇന്ന് ഉപവാസ സമരത്തിലേക്കൂടെ കടന്നിരിക്കുകയാണ്. നിരാഹാരം ഇരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഉപവാസ സമരം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? മാർഷലെ, ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ്. ആ സമരത്തിന്റെ നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ അത് പലപ്പോഴായി സമരം ശക്തിപ്പെടുത്തുകയും പിന്നീട് സമവായ ചർച്ചകളും അതേപോലെ തന്നെ മന്ത്രിതല ചർച്ചകളും ഒക്കെ നടത്തുകയും ചെയ്തു. ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴായി ഈ സമരത്തിന്റെ രീതി തന്നെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാദ്യം നിയമസഭാ ഉപരോധമായി, അത് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് മാറി, പിന്നീടാണ് ഇപ്പോൾ ഈ നിരാഹാര സമരത്തിലേക്ക് മാറുകയും ചെയ്തത്. അങ്ങനെ 5-ാം ദിവസമാണ് ഈ നിരാഹാര സമരവുമായിട്ട് ഈ കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിരാഹാര സമരം ഇരിക്കുന്നത്. അങ്ങനെ 3 പേരാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നത്. അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നേതാക്കളും അതേപോലെ തന്നെ ഇന്ന് മറ്റ് ആശാ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ഉപരോധ സമരവുമായി മുൻപോട്ട് പോകുന്നതും. എന്തായാലും ഈ ഉപരോധത്തിൽ 4000 പേരോളം സെക്രട്ടേറിയറ്റ് നടക്കൽ എത്തുമെന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുൻപോട്ട് പോകും. ആശാ വർക്കർമാർക്ക് ഇവിടെ എത്താൻ സാധിക്കാത്തവർക്ക് അവരവരുടെ PHC കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും വീടുകളിലുമായി ഉപവാസം തുടരുകയും ചെയ്യും. എന്തായാലും നിരവധി പ്രവർത്തകർ, അതായത് ഈ ഉപവാസ സമരത്തിൽ ആരാണ്, അതായത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പ്രമുഖരാരൊക്കെ ഉപവാസം ഇരിക്കും? ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ തന്നെ ഇവിടെ ഉപവാസ സമരവുമായി രംഗത്തുണ്ട്. ഈ സമരത്തെ എങ്ങനെയാണ്? ഇത് കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സ്ത്രീ മുന്നേറ്റമായിട്ടാണ് ഞാൻ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ കാണുന്നത്. അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ കഴിഞ്ഞ 43 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഇവരുന്നയിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അപമാനിക്കുകയല്ലേ, സ്ത്രീകളെ അപമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AK ബാലന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. AK ബാലൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് പറഞ്ഞു. അല്ല, തുടക്കം മുതൽ തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആശാ വർക്കർമാർ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് കേരളത്തിൽ. അവരുന്നയിക്കുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങളല്ല. അവർക്ക് കിട്ടുന്ന ഓണറേറിയം, തുച്ഛമായ ഓണറേറിയം അത് കൃത്യസമയത്തിനൊന്ന് കൊടുക്കണം. ഓണറേറിയം മറ്റു സംസ്ഥാനങ്ങളിൽ പോലെ ഒന്ന് കൂട്ടിക്കൊടുക്കണം. അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നതടക്കമുള്ള ന്യായമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന അടിസ്ഥാന തൊഴിലാളികളാണ്. അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് എടുക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കൊപ്പം ഇവിടുത്തെ 2 മന്ത്രിമാര് വീണ ജോർജും ബിന്ദുവും അടക്കമുള്ളവര് ഇവിടെ സമരം ചെയ്യുന്ന സഹോദരിമാരെ അപമാനിക്കുന്ന നിലപാട്, അത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാനിവിടെ പല ദിവസങ്ങളിൽ ഇവിടെ പ്രമുഖയായ കോൺഗ്രസ് നേതാവാണ്. അവരവിടെ ഉപവാസമുണ്ട്. മറ്റു പലരും അവിടെ ഉപവാസ സമരത്തിന് വരികയാണ്.